നമ്മൾ സാധാരണ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാറ്? നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഷോർട്ടായിട്ട് ലൈൻസ് ഇടും അല്ലേ? ഇതിനെ ശരിക്കും ഹാച്ചിങ് എന്ന് പറയാം. അതായത് ഷോർട്ടായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലൈൻസ് ചെയ്യുന്നതിന് ഹാച്ചിങ് എന്ന് പറയാം. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഷെയ്ഡിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ബോൾ വരയ്ക്കുകയാണ്. ഇത് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഇത് ഞാൻ ആദ്യം ഈ ഒരു ഷെയ്ഡിങ്ങാണ് ചെയ്യുന്നത്. ഇതിനെ പാരലൽ ഹാച്ചിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഷോർട്ടായിട്ട് ഇങ്ങനെ ലൈൻസ് ഇടുക, അതിനെ ഹാച്ചിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ പാരലായിട്ടുള്ള ലൈൻസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ ഹാച്ചിങ് എന്ന് പറയുന്നത്. പാരലായിട്ടും സ്ട്രൈറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ലൈൻസ്. അപ്പോൾ ഈ ഒരു ലൈൻസിൻ്റെ ഡാർക്ക് ആക്കാനായിട്ട് ഈ ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർലാപ്പ് ചെയ്തിട്ട് ലൈൻസ് ഇടാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടെക്നിക്കാണ് പാരലൽ ഹാച്ചിങ്. രണ്ടാമത്തെ ടെക്നിക്ക് അതിനെ ക്രോസ് ഹാച്ചിങ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പാരലൽ ഹാച്ചിങ് ചെയ്തല്ലോ, അതുപോലെ ആദ്യം നമ്മൾ ലൈൻസ് ഇടും, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ക്രോസ് ആയിട്ട് വീണ്ടും ലൈൻസ് ഇടും. അപ്പോൾ ഇതിനെ ക്രോസ് ഹാച്ചിങ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. ഇതിൻ്റെയും ഡാർക്ക് ആക്കാനായിട്ട് ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് വീണ്ടും ലൈൻസ് വരയ്ക്കാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഷെയ്ഡിങ് ടെക്നിക്കാണ് കോണ്ടൂർ ഹാച്ചിങ്. ഫേസൊക്കെ വരയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡിങ് ടെക്നിക്കാണ്. ഇപ്പോൾ കോണ്ടൂർ ഹാച്ചിങ് എന്താണെന്ന് നോക്കാം. കോണ്ടൂർ ഹാച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം. ഒബ്ജക്റ്റ് ഇപ്പോൾ ഞാനൊരു ബോൾ പോലെയാണ് വരച്ചിരിക്കുന്നത്, ഒരു സ്ഫിയറാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഉരുണ്ടിരിക്കും. അപ്പോൾ ആ ഷേപ്പിൻ്റെ ഡയറക്ഷനിലായിരിക്കും നമ്മൾ ഷെയ്ഡ് ചെയ്യാം. അതിനെയാണ് കോണ്ടൂർ ഹാച്ചിങ് എന്ന് പറയാം. അപ്പോൾ ഫേസ് ആണെങ്കിലും ഫേസിൻ്റെ ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യും. അപ്പോൾ അതിനെ കോണ്ടൂർ ഹാച്ചിങ് എന്ന് പറയും. ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ ഒരു കോണ്ടൂർ ഹാച്ചിങ് എന്നുള്ളൊരു ഷെയ്ഡിങ് ടെക്നിക്ക് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അടുത്ത ഷെയ്ഡിങ് ടെക്നിക്ക് സ്റ്റിപ്ലിംഗ് ആണ്. സ്റ്റിപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഡോട്ട്സ് ഇടാം. നിങ്ങൾ ഡോട്ടഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, പോർട്രേറ്റ് കണ്ടിട്ടുണ്ടാവും. അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടിട്ട് ഷെയ്ഡ് ചെയ്യണ പോലെ ലൈറ്റ് ആൻഡ് ഷാഡോ കൊണ്ടുവരാം. അപ്പോൾ ഡോട്ട്സ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയുമ്പോൾ ആ ഭാഗം ഡാർക്കായിട്ട് നമുക്ക് തോന്നും. അതുപോലെ ഓവർലാപ്പ് ചെയ്തും ഡോട്ട്സ് ഇടാം. അപ്പോൾ ഇതിനെ സ്റ്റിപ്ലിംഗ് എന്നാണ് പറയുന്നത്, ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഷെയ്ഡ് ചെയ്യുന്ന ടെക്നിക്ക്. അടുത്ത ടെക്നിക്ക് സ്കംബ്ലിംഗ് ആണ്. സ്കംബ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇതിനെ സ്ക്രിബ്ലിംഗ് എന്നും പറയും. നമ്മളിങ്ങനെ സ്ക്രിബിൾ ചെയ്യില്ലേ, അതേപോലെ ഷെയ്ഡ് ചെയ്യാം. ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രിബിൾ ചെയ്തുകൊണ്ടിരിക്കാം. ഇതിനെ സ്കംബ്ലിംഗ് എന്നാണ് പറയുന്നത്. 1, 2, 3, 4, 5 ടൈപ്പ് ഓഫ് ഷെയ്ഡിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. അപ്പോൾ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഈ 5 ടൈപ്പ് ഓഫ് ഷെയ്ഡിംഗ് അറിഞ്ഞിരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്.